വാട്ട് ഷുഡ് ഐ ഡു ആഫ്റ്റർ കംപ്ലീറ്റിംഗ് BDS എന്നത് BDS പഠിക്കുന്ന ഒട്ടുമിക്ക കുട്ടികൾക്കും ഫൈനൽ ഇയേഴ്സിൽ ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. ചിലർ ഒട്ടും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് നീറ്റിന് പ്രിപ്പയർ ചെയ്ത് MDS പോവാറുണ്ട്. അപ്പം MDS എന്നതൊരു എസ്കേപ്പ് പ്ലാൻ അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പ്ലാൻ ആണല്ലോ. കാരണം എല്ലാവർക്കും ചിലപ്പോൾ അത് പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, എനിക്കൊരു സർജൻ ആവണം അല്ലെങ്കിൽ എനിക്കൊരു ഓർത്തഡോണ്ടിസ്റ്റ് ആവണം, അങ്ങനെ ക്ലിയർ കട്ട് ഐഡിയോട് കൂടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതിന് ആപ്റ്റ് ആയിരിക്കും. ബട്ട് ഒരു ഐഡിയ ഇല്ലാതെ BDS ചെയ്ത പോലെ തന്നെ ആ ഒരു ഫ്ലോയിൽ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അവിടെ ഫെറ്റീഗും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നിങ്ങൾക്ക് അത് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബാക്കപ്പ് ഉണ്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഓബ്വിയസ്ലി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ബട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പെയിൻ റിലീവ് ചെയ്യാൻ പറ്റണം. കാരണം ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസും നമുക്ക് വേദന കൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക. അതിൽ ഭൂരിഭാഗം കേസുകളും നമുക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. അപ്പം റൂട്ട് കനാൽ എന്നൊരു ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. അപ്പം BDS കഴിഞ്ഞ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇഫ് യു നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ഇൻ റൂട്ട് കനാൽസ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഫെലോഷിപ്പുകൾ അല്ലെങ്കിൽ ചെറിയ കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ക്ലിനിക്കിൽ കയറുക അല്ലെങ്കിൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് സ്മൈൽ റെസ്റ്റോർ ചെയ്യാൻ പറ്റണം. സ്മൈൽ കറക്ഷൻസിനെ പോലുള്ള കോമ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ വെനീർസ് അങ്ങനെ ബ്ലീച്ചിങ് പോലുള്ള പ്രൊസീജിയറും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. അപ്പം ഇതും അറിയില്ലെങ്കിൽ ഇതിൻ്റെയും ചെറിയ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തേർഡ് ആയിട്ട് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ടൂത്ത് റെസ്റ്റോറിങ്. കാരണം റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ കവർ ഇടാൻ അല്ലെങ്കിൽ ടൂത്ത് എക്സ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞുള്ള കേസസിൽ അവിടെ ടൂത്ത് റെസ്റ്റോർ ചെയ്യണമെങ്കിൽ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതിലും കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ഇതിനും ഒരുപാട് ഫെലോഷിപ്പുകളും ചെറിയ കോഴ്സുകളും അവൈലബിൾ ആണ്. ഈ 3 കാര്യങ്ങളിൽ ഒന്നുപോലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. നിങ്ങൾക്ക് മറ്റൊരു ഡെന്റിസ്റ്റിന്റെ ആവശ്യം അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആകുക. ഇതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ക്ലിനിക്ക് സക്സസ് ആവും.